ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ പുഴുക്ക്, നാടൻ വിഭവമാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിറയെ പേരുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയണത്. അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയൂ, നോട്ടിഫിക്കേഷനും വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കപ്പ ഞാൻ 1 കിലോ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിക്കാം. ഇപ്പം കപ്പ നല്ലപോലെ കട്ട് ചെയ്ത് ഒരു ട്രിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി അതിന് ഒരു പ്രാവശ്യം കൂടി വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂട്ടി വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളം, മുങ്ങണ വരെ വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. നല്ലപോലെ വെന്തിട്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കൂട്ടാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 20 നിമിഷം ഇത് വെന്തു. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി. ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അമർത്തുമ്പോൾ നന്നായിട്ട് ഉടയുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി, അപ്പോഴേ വെന്തു. വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഇതാക്കാം. നല്ല കപ്പയാണെങ്കിൽ വേഗം ഉടയും. ഒരുവിധം ഉടച്ചാൽ മതി, ഒരുപാട് ഉടയ്ക്കണ്ട. പുഴുക്കല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് നല്ല വേവിണ കപ്പയാണ്. അപ്പം അതുകൊണ്ട് ചില കപ്പ വേവില്ല കേട്ടോ. ഇപ്പം നല്ല വേവിണ കപ്പയാണ്, നല്ല പൊടിയുള്ള കപ്പയാണ്. ഇത്ര ഉടച്ചാണ്. ഇനി നമ്മൾ ഇതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലപോലെ വേവിച്ച് വെച്ച് ഉപ്പും കൂടി മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി, ഇത്ര ഉടച്ചാൽ മതി. ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ജീരകം, 3 വെളുത്തുള്ളി, ഒരു ചെറിയൊരു സവാള. ചെറിയ
ഉള്ളി ഉണ്ടെങ്കിൽ, സാമ്പാർ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു 3-4 എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. 2 ഓപ്ഷൻ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതാണെങ്കിൽ ഇനിയും ടേസ്റ്റ് കൂടും. ഇപ്പം ഞാനിത് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള, ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇത്. പിന്നെ ചതച്ചെടുത്തിട്ട് വറവിടാനുള്ള സാധനങ്ങൾ: 2 വലിയ മുളക്, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, കടുക്, വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ആദ്യം തന്നെ ജാറിലിട്ട് ചതയ്ക്കാം. രണ്ട് കഷ്ണം പച്ചമുളകായിട്ട് ഇട്ട് കൊടുക്കാം. വലിയ പച്ചമുളകായതുകൊണ്ട് ചിലപ്പോൾ അരയില്ല. കറിവേപ്പില, ജീരകം, ഇനിയിപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ ചതച്ച് വെച്ചിട്ടു. ഇത്ര ചതഞ്ഞാൽ മതി. ഇനി ഇതിനെ ഞാൻ ഈ കപ്പ വേവിച്ചതിലോട്ട് ഇടാം. നല്ലപോലെ ചതച്ചത് ഇതിൽ കൊട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വറവിടാൻ നോക്കാം. ഇളക്കി നല്ലപോലെ ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വറവിടാം. വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം തന്നെ. കടുകിട്ട് കൊടുത്തു. ഇനി ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഒന്ന് കരിയാതെ, ആ ഉഴുന്ന് പരിപ്പ് ഒന്ന് കരിയാതെ ഒന്ന് അങ്ങനെ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഇതാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറാകുമ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. രാവിലെ പിന്നെ ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. 2 വിധത്തിൽ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നമുക്ക് സർവീസ് ഡിഷിലോട്ട് മാറ്റാം. സർവിങ് ഡിഷിലോട്ട് മാറ്റാം.
ഇത് വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. നിങ്ങൾ കമൻസ് അറിയിച്ചാലേ ഞാൻ അടുത്ത ഡിഷിൽ എല്ലാം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി നല്ലൊരു റെസിപ്പിയുമായി ഇനി അടുത്ത് കാണാം. താങ്ക് യു.